പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തമ്പുരാനെ അവിടുന്ന് തുറക്കണമേ. നിന്റെ തിരുവചനത്തെ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകണമേ. ഭാഗ്യവതിയായ വിശുദ്ധയായ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വചനമായി ജനിച്ച ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കായി അമ്മേ അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ വിശുദ്ധ വലിയ നോമ്പിൻ്റെ ഈ അനുഗ്രഹീതമായ 39-ാം ദിവസത്തിൽ പരിശുദ്ധ സഭ നമ്മെ ഒരു മഹത്തായ സത്യത്തിലേക്ക് നയിക്കുന്നു. വചനിപ്പ് പെരുന്നാൾ, ദൈവവചനം മനുഷ്യനായ ദിനം. ഇതൊരു സാധാരണ ഓർമ്മ ദിനമല്ല. ഇത് മാനവജാതിയുടെയൊക്കെയും രക്ഷയുടെ ആരംഭം തന്നെയാണ്. എന്താണ് വചനിപ്പ് പെരുന്നാളെന്ന് നമുക്കാദ്യം ചിന്തിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വചനഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആമേൻ. ഈ നിമിഷത്തിലാണ് ദൈവം മനുഷ്യനായി ഗർഭം ധരിക്കുന്നത്. ഇതുതന്നെയാണ് വചനിപ്പ്, ദൈവത്തിൻ്റെ വചനം മനുഷ്യ ശരീരമാകുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്നാണ് ഈ തിരുവചനത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും എന്താണ് വചനിപ്പ് പെരുന്നാളിന്റെ മഹത്വം എന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. വചനിപ്പ് പെരുന്നാളിന്റെ മഹത്വം എന്ന് പറയുന്നത്, ഇത് രക്ഷയുടെ ആരംഭമാണ്. ദൈവം മനുഷ്യനോട് അടുത്തത്. മറിയത്തിന്റെ വിനയവും അനുസരണവും ലോകത്തെ രക്ഷിച്ചു. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും.
പാപത്തിൽ വീണ മനുഷ്യനെ രക്ഷിക്കുവാനുള്ള വാഗ്ദാനം ഇവിടെ പൂർത്തിയാകുന്നു. പ്രിയ ദൈവമക്കളെ, മറിയത്തിന്റെ മഹത്വം. മറിയം ഒരു സാധാരണ സ്ത്രീയല്ല. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ കാണുന്നത്, ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്നാണ് പറഞ്ഞത്. അവൾ ദൈവകൃപ ലഭിച്ചവളായിരുന്നു. അവളുടെ പ്രത്യേകത വിനയം, അനുസരണം, വിശ്വാസം, ഇവ മൂന്നുമായിരുന്നു. അതാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ കാണുന്നത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൂതൻ അവളെ വിട്ടുപോയി. അങ്ങനെയാണ് ആ തിരുവചനം നമ്മോട് പറയുന്നത്. ഈ ഒരു വാക്ക് ലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റി. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന ആ ഒരു വാക്ക്, അനുസരണത്തിന്റെ ശക്തി. ഹൗവയുടെ അനുസരണക്കേട് മരണത്തിലേക്ക് നയിച്ചു. മറിയത്തിന്റെ അനുസരണം ജീവനിലേക്ക് നയിച്ചു. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുമെന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വചനിപ്പ് ഒരു ചരിത്ര സംഭവം മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കണം. നാം ദൈവവചനം സ്വീകരിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ഇഷ്ടം അനുസരിക്കുന്നുണ്ടോ? വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നാം കാണുന്നു, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീനെന്നാണ്. വെല്ലുവിളികൾ വിശുദ്ധ കന്യക മറിയത്തിന് എളുപ്പമായിരുന്നില്ല. സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തൽ, അനിശ്ചിതത്വം, ഭയം. എങ്കിലും അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഈ വിശുദ്ധ വലിയ നോമ്പ് നമ്മെ ശുദ്ധീകരിക്കുവാനുള്ള കാലമാണ്. ഈ വചനിപ്പ് പെരുന്നാൾ ദൈവത്തെ സ്വീകരിക്കുവാനുള്ള വിളിയുമാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ ദൈവ ഇഷ്ടങ്ങൾക്ക് ഇതാ ഞാൻ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയം ദൈവത്തിന് തുറന്നിട്ടുണ്ടോ? ഒരു നിമിഷം നമ്മുടെ തലകൾ ദൈവം മുൻപാകെ നമുക്ക് വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ഭാഗ്യവതിയായ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയമേ, നിന്റെ അനുസരണവും വിശ്വാസവും ഞങ്ങൾക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയം ദൈവവചനത്തിനുള്ള ഒരു ശുദ്ധമായ ഹൃദയമാക്കി തീർക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.